ഇനിയുള്ള ഒരു വർഷക്കാലം ശ്രീ പിണറായി വിജയന് വലിയ കഷ്ടകാലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. രണ്ട് പാപഗ്രഹങ്ങൾ എന്തായാലും പിണറായി വിജയന്റെ എട്ടാം ഭാവത്തിലുണ്ടായിരിക്കും. ഈ അഷ്ടമത്തിൽ ശനി എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ശനി എട്ടാം ഭാവത്തിലുണ്ടായിരുന്നാൽ പിന്നെ കഷ്ടകാലമായിരിക്കും. തൊട്ടതെല്ലാം പ്രശ്നമായിരിക്കും. ആരോഗ്യ പ്രശ്നം, ധനപ്രശ്നം, അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ഈ അഷ്ടമത്തിൽ ശനി ഉണ്ടാവും. അഷ്ടമശനി എന്നാ പറയാ. അങ്ങനെയായിരിക്കും ഇനിയുള്ള ഒരു കാലം പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഒരുവിധം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം മുമ്പെങ്കിലും ഈ അഷ്ടമത്തിൽ ശനി ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ബാധിക്കും. അത് ഇവിടെയും തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ഒരു വർഷക്കാലം കേരളത്തിൽ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ ആയിരിക്കും കേട്ടോ. വളരെ സൂക്ഷിക്കണം ശ്രീ പിണറായി വിജയൻ. കാരണം എവിടെയെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡ് വീണാ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മതിൽ വീണാ പ്രശ്നമായിരിക്കും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഇടിച്ചാൽ പ്രശ്നമായിരിക്കും. പിന്നെ ആകെ സമരമായിരിക്കും, ബഹളമായിരിക്കും. ഇപ്പൊ തന്നെ നോക്കി, ഡോക്ടർ ഹാരിസ് ഒരു പരാതി പറഞ്ഞു പോയി. അതിൽ പിടിച്ചങ്ങോട്ട് തുടങ്ങിയതാണ്. കൂനിമ്മൽ കുരു എന്ന് പറഞ്ഞപ്പോഴേക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പഴയ ബിൽഡിങ്ങിന്റെ ബാത്റൂം അങ്ങ് ഇടിഞ്ഞു വീണ് അതിലൊരു സ്ത്രീ മരണപ്പെട്ടു. അതൊരു വലിയ സങ്കടകരമായ അവസ്ഥയായി. പിന്നിപ്പോ ഇവിടെ പറയാനുണ്ട്, ആരോഗ്യരോഗം ആകെ കുത്തഴിഞ്ഞു പോയി, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളവും സമരവും മടിയും കുത്തും. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോഴും വലിയ തല്ലും ബഹളവും നടക്കാണ് കേരളത്തില്. അവർ പ്രതിപക്ഷം അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അവർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഏതൊരു പ്രതിപക്ഷ കക്ഷിയാണെങ്കിലും, ഇപ്പൊ CPM ആണ് ഈ പ്രതിപക്ഷത്തെങ്കിലും അവർ ഇതിൽ കൂടുതൽ സമരം ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ പാവം ജനങ്ങൾ ഇത് അനുഭവിച്ചേ പറ്റൂ. ഇനി പുറത്തിറങ്ങുമ്പോൾ ഒരു വർഷം വളരെ കരുതലോടെ ഇരിക്കണം. ഏത് സമയത്തും എപ്പോ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ സമരം വരാം. അടി, കുത്ത്, ബഹളം, പോലീസ് ലാത്തി ചാർജ്, ജലപീരങ്കി. ഇനി എട്ടാം ഭാവത്തിൽ പ്രവേശിച്ച ഈ പാപഗ്രഹങ്ങൾക്ക് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശ്രീ പിണറായി സാർ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ സ്വൈരം കിട്ടില്ല കേട്ടോ ഒരു വർഷം. ആർക്ക്? പിണറായി വിജയൻ സാറിനല്ല കേട്ടോ, കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രണ്ട് വിഭാഗക്കാരും ഭരിക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഇവർ ഭരിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു എന്നും ഇപ്പോൾ എന്താണ് ഉള്ളതെന്നും എന്ത് മാറ്റമാണ് ഇനി ആരാണ് വരേണ്ടതെന്നും ജനങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു കാണും. ജനം ആദ്യമായിട്ടൊന്നല്ലോ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലും ഒക്കെ കാണുന്നത്. കേരളത്തിലെ ജനത വർഷങ്ങളായി ഈ ആശുപത്രികളിലൊക്കെ പോകുന്നതും പ്രൈവറ്റ് ആശുപത്രി എന്താണ്, ഗവൺമെന്റ് ആശുപത്രി എന്താ, പഴയ നില എന്തായിരുന്നു, ഇന്നെന്തായിരുന്നു എല്ലാം അവർക്കറിയാം. ഇക്കാര്യത്തിൽ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോഴുള്ള സംവിധാനങ്ങളൊന്നും ഭംഗിയായി കൊണ്ടു നടത്താനെങ്കിലും ഈ സർക്കാരിന് കഴിഞ്ഞാൽ ഈ എട്ടാം ഭാവത്തിലെ ഈ പാപഗ്രഹങ്ങൾ സ്വയം ഒഴിഞ്ഞു പോയിക്കോളും. ശ്രീ പിണറായി വിജയന്റെ ഭാവിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം.